ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ പോർഷൻസ് നമ്മളെടുത്തു SIയുടെ മെയിൻസിനുള്ള. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി പോർഷൻസും കുറച്ച് കണ്ടൻസുമാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഫുൾ ക്ലാസ് നമ്മൾ സിലബസ് വൈസ് തീർക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ആയിട്ട് കേൾക്കാം. പുതുതായിട്ട് പഠിക്കുന്നവർക്ക് പോസ് ചെയ്ത് നോട്ട്സ് എഴുതിയെടുത്ത് പോവാം. ഈ ക്ലാസ്സിന് ശേഷം നമ്മുടെ ഇതിൻ്റെ നോട്ട്സ് എല്ലാം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലായ ഇഗ്നൂസി എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, കമൻറ്റ് കൊടുത്തേക്കാം. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ഫുള്ള് എടുക്കാവുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത് എങ്ങനെ അറസ്റ്റ് ചെയ്യാം, എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അറസ്റ്റ്, when police may arrest without warrant, notice of appearance before police officer, അറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ അറസ്റ്റിൻ്റെ പ്രൊസീജിയറും അത് എന്തൊക്കെയാണ് ഒരു ഓഫീസർ അറസ്റ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് ആ കാര്യങ്ങളും, അതുപോലെ തന്നെ അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാനുള്ള അറസ്റ്റഡ് പേഴ്സൻ്റെ റൈറ്റ്, അതുപോലെ പ്രൈവറ്റ് പേഴ്സണെ എങ്ങനെ അറസ്റ്റ് ചെയ്യാം, മജിസ്ട്രേറ്റിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അറസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അറസ്റ്റ് ഡിഫൈൻ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ആയി എന്നുള്ളതല്ല. അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് അധികാരം വേണം, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇവരെ കസ്റ്റഡിയിലെടുക്കണം. അതായത് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയെ നിങ്ങൾ സംശയാസ്പദമായ രീതിയിൽ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. നിങ്ങൾ പോലീസ് ഓഫീസറാണ്, നിങ്ങൾ SI ആണ്. അപ്പോൾ നിങ്ങൾ അയാളെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. ആ സമയത്ത് അയാൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുകയാണ്, സസ്പിഷൻ തോന്നുകയാണ്, ഇയാൾ എന്തോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാൾ നിങ്ങളുടെ അതോറിറ്റിയിലാണ്. ഓക്കെ, അതായത് ഞങ്ങൾ സംശയിച്ചിരിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങളാണ്, നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കസ്റ്റഡി പോലെയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ കസ്റ്റഡീനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നൊരു പ്രൊസീജിയറുണ്ട്. ഓക്കെ, അതായത് ഒഫീഷ്യലി നിങ്ങളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു എന്നുള്ള രേഖയാണ് ആക്ച്വലി അറസ്റ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതോറിറ്റി, വാറണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളും വേണം. പക്ഷേ കസ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കസ്റ്റഡിയാണ്. പക്ഷേ അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അയാളെ ചോദ്യം ചെയ്യണമെന്നില്ല. മനസ്സിലായില്ലേ? അറസ്റ്റ് ചെയ്താൽ മാത്രമേ ചോദ്യം ചെയ്യണമെന്നില്ല. ഒരു പോലീസ് ഓഫീസറിന് അയാളുടെ ഇൻവെസ്റ്റിഗേഷൻ പരിധിയിൽ വരുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് ചോദിച്ചറിയാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് 161 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റഡി എടുക്കുന്നു എന്നല്ല. കസ്റ്റഡീനേക്കാളും കുറച്ചുകൂടി അതോറിറ്റീവ് പവറുള്ള കാര്യമാണ് അറസ്റ്റ്. ഓക്കെ, അറസ്റ്റ് എന്ന് പറയുന്നത് CRPCയിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. അറസ്റ്റ് എവിടെയും തന്നെ ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലീഗൽ ഡിക്ഷണറി നോക്കുവാണെങ്കിൽ ഒരു പോലീസിൻ്റെ അതോറിറ്റിയിൽ എടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള പ്രൊസീജിയറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് അറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചാപ്റ്റർ 5 ഓഫ് കോഡ് ഓഫ് ദി ക്രിമിനൽ പ്രൊസീജിയർ, CRPC ആണ് നമ്മുടെ എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യുമ്പോൾ, അക്യൂസിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് സെക്ഷൻ 41 മുതൽ സെക്ഷൻ 60 A വരെയാണ് പറയുന്നത്. ഓക്കെ, 41 to 60A വരെയാണ് പറയുന്നത്. ചാപ്റ്റർ 5 മറക്കരുത്. ചാപ്റ്റർ 5 എന്ന് പറയുന്നത് പോലീസ് ഓഫീസറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പവറാണ്. ഇനി സെക്ഷൻ 41 നമ്മൾ പോകുന്നത്. ആദ്യത്തെ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ, കാരണം പല പോലീസ് ഓഫീസേഴ്സും ഇത് മിസ്യൂസ് ചെയ്യുന്ന ഒരു സെക്ഷൻ കൂടിയാണ്. എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ആദ്യം ഈ സെക്ഷനിലേക്ക് പോവാം. സെക്ഷൻ 41 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് ഓഫ് എ പേഴ്സൺ ക്യാൻ ബി മെയ്ഡ് ബൈ എ പോലീസ് ഓഫീസർ. ഒരു പോലീസ് ഓഫീസറിനെ എപ്പോഴാണ് ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഓക്കെ, സെക്ഷൻ 41 അനുസരിച്ചിട്ട് ഏതൊരു പോലീസ് ഓഫീസറിനും ഒരു പേഴ്സണെ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഇല്ലാതെയോ വാറണ്ട് കൂടാതെയോ അറസ്റ്റ് ചെയ്യാം. എപ്പോൾ? അയാളുടെ പ്രസൻസിൽ, പോലീസിൻ്റെ പ്രസൻസിൽ ഒരു കൊഗ്നിസിബിൾ ഒഫൻസ് ചെയ്തിട്ടുണ്ട് എന്ന് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ പോലീസ് ഓഫീസറിന് അയാളെ അറസ്റ്റ് ചെയ്യാം. ഇതാണ് ഞാൻ കഴിഞ്ഞ ഡെഫിനിഷനിൽ പറഞ്ഞത്. കൊഗ്നിസിബിൾ ഒഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡോണ്ട് നീഡ് എ വാറണ്ട് ടു അറസ്റ്റ് എ പേഴ്സൺ. ഒരു മജിസ്ട്രേറ്റിൻ്റെ ഓർഡറിൻ്റെ ആവശ്യമില്ല. യു ക്യാൻ അറസ്റ്റ് ദാറ്റ് പേഴ്സൺ അറ്റ് ദാറ്റ് മൊമെൻറ്റ്, അല്ലേ? ഓക്കെ, അപ്പോൾ സെക്ഷൻ 41 ആണ് ഇത് ആദ്യം പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ
ഇയാളുടെ മുന്നിൽ വെച്ച് എന്ത് ചെയ്തു, കൊഗ്നിസിബിൾ ഒഫൻസ് ചെയ്തു എന്ന് അയാൾക്ക് മനസ്സിലായി. രണ്ടാമത്തത്, ഒരു ഇൻഫർമേഷൻ അയാൾക്ക് എഗെയിൻസ്റ്റ് കിട്ടി. ഓക്കെ, ഈ ഒരു കുറ്റവാളിയെ പറ്റി ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ നിങ്ങൾ പോലീസ് ഓഫീസറാണെന്ന് വിചാരിക്കും. ഓക്കെ, എപ്പോഴും നിങ്ങൾ CRPC പഠിക്കുമ്പോൾ നിങ്ങളെ പോലീസ് ഓഫീസറായിട്ട് കാണാം. ഓക്കെ, പോലീസ് ഓഫീസറിൻ്റെ പവർ പഠിക്കുമ്പോൾ നിങ്ങൾ പോലീസ് ഓഫീസറായിട്ട് കാണുക. മജിസ്ട്രേറ്റിൻ്റെ പവർ പഠിക്കുമ്പോൾ നിങ്ങൾ മജിസ്ട്രേറ്റ് ആയിട്ട് കാണുക. അതുപോലെ വക്കീലിൻ്റെ പവർ പഠിക്കുമ്പോൾ നിങ്ങൾ വക്കീലായിട്ട് കാണുക. എന്നാൽ മാത്രമേ ഇത് വ്യക്തമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോലീസ് ഓഫീസറാണ്, നിങ്ങൾ SI ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി ഒരു മനുഷ്യനെ പറ്റി, ദാറ്റ് അയാൾ ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഒഫൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റീസണബിൾ സസ്പീഷ്യൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റീസണബിൾ സസ്പീഷ്യൻ. അപ്പോൾ അയാൾ ആ ഒരു ഒഫൻസ് ചെയ്തു എന്ന് അയാളൊരു ഒഫൻസ് ചെയ്തു, റീസണബിൾ സസ്പീഷ്യനുണ്ട്. ആ ഒഫൻസ് എന്ന് പറയുന്നതിൻ്റെ ശിക്ഷ 7 വർഷമോ അല്ലെങ്കിൽ 7 വർഷത്തിൽ കുറവോ അല്ലെങ്കിൽ 7 വർഷം വരെയോ വരാവുന്ന ശിക്ഷയാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഒന്ന് ഇൻഫർമേഷൻ കിട്ടി, അയാളൊരു അയാളൊരു റീസണബിൾ സസ്പീഷൻ കിട്ടി, അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് കിട്ടി, ഒരു മനുഷ്യൻ 7 വർഷം വരെയോ 7 വർഷത്തിൽ കുറവോ ഉള്ള ഒരു പണിഷ്മെൻറ്റ് കിട്ടാവുന്ന ഒരു ഒഫൻസ് ചെയ്തു എന്നൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കുറച്ച് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത്, ഒന്ന്, നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾക്ക് റീസൺ ടു ബിലീവ് വരണം ദാറ്റ് ആ പേഴ്സൺ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് എന്നൊരു റീസണബിൾ ബിലീഫ് വേണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സസ്പീഷ്യൻസ് വേണം. സസ്പീഷൻ, ഇൻഫർമേഷൻ അല്ലെങ്കിൽ റീസൺ ടു ബിലീവ് വേണം. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ്, അങ്ങനെ ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട് എന്നൊരു എന്ത് വേണം? ഒരു റീസൺ ടു ബിലീവ്, ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു സസ്പീഷൻ വേണം. അങ്ങനെയാണെങ്കിൽ പോലീസ് ഓഫീസറിന് അപ്പോൾ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അറസ്റ്റ് ചെയ്യാം. കാരണം എന്തിനാണ് അപ്പോഴും നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്? ഒന്ന്, അയാൾ വീണ്ടും ഒഫൻസ് ചെയ്യാതിരിക്കാൻ, ഫ്രം കമ്മിറ്റിംഗ് എനി ഫർദർ ഒഫൻസ്. രണ്ട്, ഈ ഒരു എന്താ പറയുക, നിങ്ങൾ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്, പ്രോപ്പറായിട്ടൊരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടും അയാൾ തടസ്സപ്പെടുത്തുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി. അടുത്തത് എവിഡൻസ്, അല്ലേ? എവിഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ മീൻസ് കളക്ഷൻ ഓഫ് എവിഡൻസ്. അപ്പോൾ ആ എവിഡൻസിനെ നിങ്ങൾക്ക് ടാമ്പർ ചെയ്യാതിരിക്കുക. അതായത് ഈ അറസ്റ്റഡ് പേഴ്സൺ, നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ആളുടെ പേര് നമുക്ക് ബാലു എന്നിടാം. അപ്പോൾ ഈ ബാലു, ഒന്ന്, ഒഫൻസ് ചെയ്യാതിരിക്കാൻ, രണ്ട്, നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷന്, മൂന്ന്, ഈ ബാലു പോയിട്ട് എവിഡൻസ് എടുത്തു കൊണ്ടുപോയി നശിപ്പിക്കാനോ അല്ലെങ്കിൽ എവിഡൻസിനെ ടാമ്പർ ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ. അതുപോലെ തന്നെ ബാലു വേറെ ഉള്ള ആളുടെ അടുത്ത് പോയിട്ട് നീ ഇങ്ങനെയൊന്നും പറയല്ലേ പോലീസിൻ്റെ അടുത്ത്, നീ ഇങ്ങനെ പറഞ്ഞാൽ നിന്നെ കൊന്നുകളയും എന്നുള്ള ഇൻഡ്യൂസ്മെൻറ്റ്, ത്രെറ്റ് അല്ലെങ്കിൽ പ്രോമിസ് ഉദ്ദേശിക്കുന്നത് അയാൾ പറയുകയാണ് നീ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിനക്കൊരു 10,000 രൂപ തരാം, ബാലു അങ്ങനെ പറയാണ്. അപ്പം അങ്ങനെ ഒന്നും ബാലു ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് അയാളെ പ്രിവെൻറ്റ് ഹിം ഫ്രം മേക്കിംഗ് എനി ഇൻഡ്യൂസ്മെൻറ്റ്, ത്രെറ്റ് ഓർ പ്രോമിസ്. ബിക്കോസ് വിറ്റ്നസ് ആണല്ലോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വിറ്റ്നസ്സും എവിഡൻസുമാണ്. ഓക്കെ, അടുത്തത് ബാലു കറക്റ്റായിട്ട് കോടതി വരുന്നത്, അറസ്റ്റ് ചെയ്യാതെ അയാളെ നമുക്ക് കോടതി വരെ കൊണ്ടുവരാൻ പറ്റില്ല. ഇങ്ങനത്തെ 5 കാര്യങ്ങൾ ABCDE, ഈ 5 കാര്യങ്ങളും കൃത്യമായിട്ട്, ഇത് 5-ൽ ഏതെങ്കിലും ഒന്ന് മതി, ഓക്കെ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളെ അറസ്റ്റ് ചെയ്യാം. ഇത് എപ്പോഴും അറസ്റ്റ് ചെയ്യുന്ന ആരോ പറയുന്നത്? 7 വർഷത്തിൽ താഴെയോ അല്ലെങ്കിൽ 7 വർഷം വരെയോ ശിക്ഷ കിട്ടാവുന്ന ഒരു ഒഫൻസ് ചെയ്തെന്ന് സംശയം തോന്നുന്നതോ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് കിട്ടിയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയോ സസ്പിഷൻ കിട്ടിയോ റീസണബിൾ ഗ്രൗണ്ട് ടു ബിലീഫ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ, നിങ്ങളൊരു പോലീസ് ഓഫീസർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് അയാൾ അറസ്റ്റ് ചെയ്യാം. 2, 7 വർഷം വരെയോ 7 വർഷത്തിൽ താഴെയോ ശിക്ഷയുള്ള ഒഫൻസ് ആണെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അറസ്റ്റ് ചെയ്യുമ്പോൾ എഴുതണം ഇതിലേത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് കറക്റ്റായിട്ട് എന്തിൽ വരണം? പോലീസിൻ്റെ രേഖകളിൽ വരണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഡിസിപ്ലിനറി ആക്ഷൻ വരെ എടുക്കും. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. വാറണ്ട് ഇല്ലാതെ ആരെയൊക്കെ അറസ്റ്റ് ചെയ്യും? ഞാനിത് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ബട്ട് സ്റ്റിൽ ഐ ആം കണ്ടിന്യൂയിങ് ദിസ്. ഒന്നെന്ന് പറയുന്നത് കോഗ്നിസിബിൾ ഒഫൻസ് ചെയ്ത ഒരാൾ. 2 എന്ന് പറയുന്നത് സ്റ്റോളൺ പ്രോപ്പർട്ടി കയ്യിൽ വശമുള്ള ഒരാൾ.
അയാളുടെ കയ്യിൽ സ്റ്റോളൻ പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് അടിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങളുടെ തന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കള്ളനാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളത് കൊണ്ട് തന്നു. ഓക്കെ, നിങ്ങൾ കള്ളനല്ല, നിങ്ങൾ ഒരു ലാപ്ടോപ്പ് വാങ്ങി, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല ലൈക്ക് അത് മോഷ്ടിച്ചതാണെന്ന്. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു സ്റ്റോളൻ പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു സ്റ്റേറ്റ് ഒഫൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊക്ലെയിംഡ് ഒഫൻഡർ ഇല്ലേ, അത് തന്നെയാണ്. പ്രൊക്ലെയിംഡ് ഒഫൻഡർ ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ പ്രൊക്ലെയിം ആക്കും ചില ആൾക്കാരെ, നമ്മൾ കോടതി പലതവണ വിളിച്ചിട്ട് വരാതിരിക്കുന്നവർ, അതുപോലെ തന്നെ പല വഴി രീതിയിൽ വാറണ്ട് അയച്ചു, സമൻസ് അയച്ചു, ആ രീതി വരാതിരിക്കുന്നവർ, അതുപോലെ ചില ഒഫൻസസ് ചെയ്തു കഴിഞ്ഞാൽ അയാളെ പ്രൊക്ലെയിംഡ് ഒഫൻഡറായിട്ട് കരുതും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒഫൻഡേഴ്സാണ് സ്റ്റേറ്റ് ഒഫൻഡർ. അയാളെ നിങ്ങൾക്ക് ഏത് പോലീസിനെ എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യാം. ഉദാഹരണത്തിന് സുകുമാരക്കുറുപ്പിനെ ഏത് സ്റ്റേറ്റിലെ ഏത് പോലീസ് ഓഫീസറിനെ എപ്പോൾ കണ്ടാലും അറസ്റ്റ് ചെയ്യും, കാരണം ഹീസ് എ സ്റ്റേറ്റ് ഒഫൻഡർ. അടുത്തത്, ഒരു പോലീസ് ഓഫീസർ അയാളുടെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അയാൾ ഒബ്സ്ട്രക്റ്റ് ചെയ്താൽ അപ്പോൾ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാം. ഓക്കെ, പോലീസ് ഓഫീസർ അയാളുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അയാൾ ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അറസ്റ്റ് ചെയ്യാം. അതുപോലെ ഒരാൾ ലോഫുൾ കസ്റ്റഡിയിൽ നിന്നും എസ്കേപ്പ് ആവാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു ആർമിയിലോ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസ് ഓഫ് യൂണിയനിൽ പോയിട്ട് ചേർന്നിട്ട് അവിടെ നിന്ന് ഡെസേർട്ടറായിട്ട് വന്നിട്ട് അവർ ഡെസേർട്ടഡ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, അയാളെ നിങ്ങൾക്ക് എവിടെ വെച്ച് കണ്ടാലും പോലീസിനെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പരോളിൽ ഇറങ്ങിയ റിലീസ്ഡ് ആയിട്ടുള്ള കൺവിക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ നല്ല നടപ്പിനൊക്കെ ഒരു ബോണ്ടൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുക്കും. അത് നല്ല നടപ്പ് നടന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ പോലീസിന് അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കാണ് പോലീസിന് വാറൻ്റ് ഇല്ലാതെ, അതായത് മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സെക്ഷനാണ് സെക്ഷൻ 41 A. ഓക്കെ, അതായത് ഒരു ഇൻഡിവിജ്വലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിന് ഒരാളെ നമുക്ക് 41(1) CRPC അനുസരിച്ചിട്ട് അല്ലെങ്കിൽ റീസണബിൾ കംപ്ലയിൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടി, അല്ലെങ്കിൽ റീസണൽ സസ്പീഷൻ ഉണ്ട്, അല്ലെങ്കിൽ കോഗ്നൈസബിൾ ഒഫൻസ് ചെയ്തു എന്നുണ്ടെങ്കിൽ പോലീസിന് വേണമെങ്കിൽ ഒരു നോട്ടീസ് കൊടുക്കുക. ഒഫീഷ്യൽ ക്യാൻ ഗിവ് എ നോട്ടീസ് ഓഫ് ദി ഈക്വലൻറ്റ്. അപ്പോൾ അയാൾക്ക് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഉടനെ തന്നെ ആ പറയുന്ന സ്ഥലത്ത് സമയത്തും എത്തണം. അങ്ങനെ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കൃത്യസമയത്തോളം പോലീസ് ഓഫീസിൽ പറയുന്ന സ്ഥലത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം അയാൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാം. ഓക്കെ, ആ നോട്ടീസിന് കറക്റ്റായിട്ട് കൺസെൻറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ സെക്ഷൻ 41 A. ഇനി 41 A വളരെ വലിയ ഇഷ്യൂസ് ഉണ്ടായി. അതായത് പണ്ടെന്നല്ല ഇപ്പോഴും ഉണ്ട്. അതായത് ഇപ്പം സ്ത്രീകൾക്കെതിരെ ഒരുപാട് കേസ്, അല്ലെങ്കിൽ ഡൗറി റിലേറ്റഡ് കേസ്, അങ്ങനത്തെ കേസുണ്ടല്ലോ. 498A എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്പെസിഫിക് സെക്ഷനാണ് IPCയുടെ. അപ്പോൾ അങ്ങനെയുള്ള കേസ് വരുമ്പോൾ സാധാരണ രീതിയിൽ പോലീസ് ഓടിച്ചെന്ന് പോയി ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പം അതിൽ കഴമ്പുണ്ടോ എന്ന് പോലും പോലീസ് നോക്കില്ല. കാരണം അങ്ങനെ ഇല്ലെങ്കിൽ എടുക്കാമെന്നുള്ള ധാരണയിലായിരുന്നു പോലീസെല്ലാം. അപ്പോൾ ആ ഒരു സംഭവത്തിനെ മൊത്തം ഒന്ന് അടിപൊളിയാക്കിയ ഒരു കേസാണ് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ 2014. അതായത് ചുമ്മാ ആവശ്യമില്ലാതെ കംപ്ലയിൻറ്റ് വന്ന ഉടനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും അതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോക്കണം എന്നും സുപ്രീം കോടതി പറഞ്ഞതാണ് ഈ കേസ്. ഇത് ഐ ഡോണ്ട് നോ എവിടെയൊക്കെ പഠിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. PC കോച്ചിങ്ങിൽ പഠിപ്പിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് പോലീസിനുള്ള ഗൈഡ് ലൈൻസ് ആണ്, കോടതിക്കും ഉള്ള ഗൈഡ് ലൈൻസാണ്. അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്നത് ഈ അർണേഷ് കുമാറിൻ്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് മജിസ്ട്രേറ്റ് നോക്കണം. അതുകൊണ്ട് തന്നെ റിമാൻഡിന്, അതായത് ഇപ്പോൾ നിങ്ങൾ ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് 24 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം അതിനുശേഷം വെച്ച് കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ ഡിറ്റൻഷനാവും. അപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ നിങ്ങൾ എന്തായാലും ഒരാൾ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരും. അപ്പോൾ മജിസ്ട്രേറ്റിന് ചുമ്മാ ആവശ്യമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അൺനെസസറിലി ഡിറ്റൻഷൻ കൊടുക്കാൻ പാടില്ല എന്നും അർണേഷ് കുമാറിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ ഗൈഡ് ലൈൻസ് കൂടെ നമുക്ക് നോക്കാം. അതായത് എല്ലാ പോലീസ് ഓഫീസേഴ്സും ഓട്ടോമാറ്റിക്കലി ഒരു 498A IPC വന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ 41 പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അതായത് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നുള്ള രേഖകൾ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ 5 കാര്യങ്ങളുണ്ടല്ലോ, ഫ്രം കമ്മിറ്റിങ് എനി ഫർദർ ഒഫൻസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ, ഈ കാര്യങ്ങളിലെല്ലാം ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാനാണെന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ചെക്ക് ലിസ്റ്റ് കൊടുക്കണം.
അത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ ABCDE അതെല്ലാം കൂടെ ഇട്ടൊരു ചെക്ക് ലിസ്റ്റ് കൊടുക്കണം. അപ്പോൾ എന്തിനാണെന്നുള്ള ടിക്ക് മാർക്ക് ഇട്ട് അല്ലെങ്കിൽ അതിൻ്റെ റീസൺ കറക്റ്റായിട്ട് രേഖപ്പെടുത്താതെ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി അറസ്റ്റ് ചെയ്യരുത്. ഒരു മനുഷ്യനെന്നല്ല 498 IPC പോലത്തുള്ള കേസുകൾ വരുമ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്ന ചെക്ക് ലിസ്റ്റ് ഡ്യൂലി ഫയൽ ചെയ്ത് അതിൻ്റെ റീസണും മെറ്റീരിയൽസും എല്ലാം വെച്ചിട്ട് വേണം മജിസ്ട്രേറ്റിന് അയക്കാൻ. അക്യൂസ്ഡ് റിമാൻഡിലേക്ക് അല്ലെങ്കിൽ ഡിറ്റൻഷന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. മജിസ്ട്രേറ്റ് ഡിറ്റൻഷൻ ഓതറൈസ് ചെയ്യുന്ന സമയത്ത് ഈ റിപ്പോർട്ട് നോക്കിയതിന് ശേഷം വേണം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മജിസ്ട്രേറ്റിന് ഡിറ്റൻഷൻ ഓതറൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഡിസിഷൻ ഓഫ് നോട്ട് അറസ്റ്റിംഗ് അക്യൂസ്ഡ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതും മജിസ്ട്രേറ്റിന് 2 ആഴ്ചയ്ക്കുള്ളിൽ കേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ പോലീസ് മജിസ്ട്രേറ്റിനെ അറിയിക്കണം. അതിന് SP വേണമെങ്കിൽ റീസൺസ് വെച്ചിട്ട് 2 ആഴ്ച കൂട്ടിയിട്ടും സബ്മിറ്റ് ചെയ്യാം. അതുപോലെ ഈ നോട്ടീസ് ഓഫ് അപ്പിയറൻസിൻ്റെ ടേംസ് കറക്റ്റായിട്ട് അക്യൂസ്ഡിന് 2 വീക്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കേസിന് കിട്ടിയിരിക്കണം. അങ്ങനെ നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമേ ഇയാളെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിൽ തന്നെ കടക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ ഡിറക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങളിപ്പോൾ SA ആയിരിക്കുന്നു, പോലീസ് ഓഫീസറായിട്ടിരിക്കുന്നു, ആ സമയത്ത് നിങ്ങൾ ഈ ഡിറക്ഷൻസ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ഷൻ എടുക്കാനും അതുപോലെ തന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനും നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് വരും. അപ്പം ഇതുകൊണ്ട് തന്നെ നിങ്ങളിതെല്ലാം കൃത്യമായി അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടിയും തീരുമാനിക്കാവൂ. ഓൺ ദ ബേസിസ് ഓഫ് 41 പറയുന്ന അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ 7 വർഷം വരെയോ 7 വർഷത്തിൽ താഴെയോ ശിക്ഷയുള്ള ശിക്ഷകൾക്ക് ഒഫൻസസിന് നിങ്ങൾ ഈ അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ നോക്കിയതിന് ശേഷം മാത്രമേ ഷുഡ് അറസ്റ്റ് എ പേഴ്സൺ. ഓക്കെ, സെക്ഷൻ 42 എന്ന് പറയുന്നത് നോൺ കോഗ്നൈസിബിൾ ഒഫൻസിന് അയാൾക്ക് നോൺ കോഗ്നൈസിബിൾ ഒഫൻസ് ചെയ്തു. ഓക്കെ, നിങ്ങളുടെ മുന്നിലാണ് നോൺ കോഗ്നൈസിബിൾ ഒഫൻസ് ചെയ്തു, മദ്യപിച്ചു വഴികൾ അല്ലെങ്കിൽ മദ്യപിച്ചു അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നോൺ കോഗ്നൈസിബിൾ ഒഫൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പേരും അഡ്രസ്സും ചോദിക്കുന്നു, അപ്പോൾ ഇയാൾ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? അഡ്രസ്സും പേരും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അയാളെ അറസ്റ്റ് ചെയ്യാം. നോൺ കോഗ്നൈസിബിൾ കേസ് ആണെങ്കിലും അറസ്റ്റ് ചെയ്യാം. അതാണ് സെക്ഷൻ 42. ഇനി എങ്ങനെയാണ് അറസ്റ്റ് എന്നുള്ളത്, അതായത് നമ്മൾ പണ്ട് കള്ളനും പോലീസും കളിക്കില്ലേ, തൊട്ടേ കണ്ടേ അങ്ങനെ പറയില്ല, ആ സംഭവം തന്നെയാണത്. അതായത് ഒരാളെ ടച്ച് ചെയ്തുകൊണ്ട് പറയാം നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ അയാൾ അവിടെ കിടന്ന് ഉരുണ്ട് കളിച്ച് ഓടി എന്നുള്ള വരുമ്പോഴേ പിന്നെ സാഹസം കാണിക്കേണ്ടിയുള്ളൂ. നോർമലി ഒരാളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതായി, അൺലെസ് ദർ ഇസ് എ സബ്മിഷൻ ടു പോലീസ് കസ്റ്റഡി. 46(1) CRPC. സബ്മിഷൻ ടു പോലീസ് കസ്റ്റഡി ഉദ്ദേശിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞ് ഞാൻ കുറ്റം ചെയ്തു എന്ന് പറയില്ലേ, അപ്പോൾ അത് അറസ്റ്റാണ്. അപ്പം ഇതാണ് 46(1) പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ തൊട്ടേ കണ്ടേ, അതാണ്. ഓക്കെ, ടച്ച് ഓർ കൺഫൈനും വരാം, ടച്ചും വരാം. കൺഫൈൻ ഉദ്ദേശിക്കുന്ന ഒരാളെ എന്ത് ചെയ്യണം, കൈ പിടിച്ച് വെക്കുക അല്ലെങ്കിൽ പോകാൻ സമ്മതിക്കാതിരിക്കുക, അതാണ് അറസ്റ്റ്. ടച്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തൊട്ടു. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് 46 Clause 2 Clause 3. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സൺ റെസിസ്റ്റ് ചെയ്യുകയാണ്, അതായത് അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെ അയാൾ ഓടുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ്, കത്തി അടിച്ചു കാണി ഞാനിപ്പോൾ ഇവിടെ കൊല്ലും, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലീസ് ഓഫീസറിന് ഡെത്തോ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫോ അല്ലാത്ത അക്യൂസ്ഡിനാണെങ്കിൽ ഡെത്ത് സംഭവിപ്പിക്കാൻ പാടില്ല. അതായത് ഒരാളെ കൊന്നിട്ട് നിൽക്കുന്ന അക്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അയാളെ കൊല്ലുക വരെ ചെയ്യാം. ബട്ട് മർഡറോ ലൈഫ് ഇംപ്രിസൺമെൻറ്റോ ഡെത്തോ ശിക്ഷ അല്ലാത്ത കേസസിന് നിങ്ങൾക്ക് ഒരിക്കലും അയാളെ കൊല്ലാൻ സാധിക്കില്ല. അറസ്റ്റ് ചെയ്യാനായിട്ട് വേറെ എന്ത് മാർഗവും സ്വീകരിക്കാം, പക്ഷേ അയാളെ കൊല്ലാൻ പറ്റില്ല. ബട്ട് ഇഫ് ഇറ്റ്സ് മർഡർ അല്ലെങ്കിൽ അതുപോലെ ഡെത്തോ ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, ഇപ്പോഴത്തെ റേപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ഉള്ള കേസസിലൊക്കെയുള്ള വിക്ടിം അല്ല അക്യൂസ്ഡ് ഓടുകയാണ് അല്ലെങ്കിൽ ഓടിക്ക് പോകുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിലോനിയൊക്കെ ഷൂട്ട് ചെയ്യാവുന്നതാണ്. ലൈക്ക് പ്രൊവൈഡഡ് വിത്ത് ദി പ്രൊസീജിയേഴ്സ്. ഓക്കെ, അതായത് അയാൾ ഓടി നിങ്ങൾക്ക് പറ്റുന്നില്ല, ആ ഒരു കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അറ്റ് ദി എൻഡ് ലീസ്റ്റ് ഓപ്ഷനില്ലാത്ത ലാസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചിരിക്കാവുന്ന ഒരു സംഭവമാണത്. അപ്പം പോലീസ് ഓഫീസർ ഒരിക്കലും ഒരാളെ കൊല്ലാനുള്ള അധികാരമില്ല അൺലെസ് ആൻഡ് അൺടിൽ അത് ഡെത്തോ ലൈഫ് ഇംപ്രിസൺമെൻറ്റോ അല്ലാത്ത ഒഫൻസാണ് ചെയ്തത്. അതായത് അതല്ല, അതിന് ശിക്ഷ കിട്ടത്തില്ല. ചെയ്ത ഒഫൻസ് ഇപ്പം ചെറിയ റോബറി അല്ലെങ്കിൽ ചെറുതല്ല, ചെറിയ തെഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരിക്കലും അയാളെ കൊന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഓക്കെ, യു ക്യാൻ ഡു വാട്ട് എവർ വേ പോസിബിൾ ബട്ട് യു ക്യാൻ നോട്ട് കോസ് ഹിസ് ഡെത്ത്. ദാറ്റ്സ് ഇറ്റ്. അടുത്തത്, ഇപ്പം നിങ്ങൾ ഒരാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന അയാളുടെ വീട് പൂട്ടിയിട്ട് അകത്തിരിക്കുന്നു. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് വീട് കുത്തി തുറന്ന് അകത്ത് കയറാനുള്ള അധികാരം ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഔട്ടർ ഡോറോ ഇന്നർ ഡോറോ എവിടെയെങ്കിലും കുത്തി തുറന്ന് കയറി അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളെ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണോ വരെ നിങ്ങൾക്ക് പോയി അയാളെ അറസ്റ്റ് ചെയ്യാം. നമ്മളെ മറ്റേ സിനിമയുണ്ടല്ലോ, ഐ ഡോണ്ട് റിമെമ്പർ, മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട്, മമ്മൂട്ടി പോലീസായിട്ടുള്ള സിനിമ, കേരള പോലീസ്, അങ്ങനെ എന്തൊരു സിനിമയുണ്ടല്ലോ. ആ സിനിമയിൽ പുള്ളി ഇവിടെ തെറ്റ് ചെയ്ത കുറ്റവാളിയെ തേടി ഈ ഇന്ത്യ ഒട്ടാകെ പോയി. 48 ICRPC പ്രകാരമാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോയി അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. സെക്ഷൻ 48 CRPC. ഓക്കെ, ഇനി പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അയാൾ ചെയ്യണം. ഒന്നെന്ന് പറയുന്നത്, അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അറസ്റ്റഡ് പേഴ്സണെ സെർച്ച് ചെയ്യാം. സെർച്ച് സമയത്ത് അതൊരു വിമൻ ആണെന്നുണ്ടെങ്കിൽ വിമൻ പോലീസ് കോൺസ്റ്റബിളോ അല്ലെങ്കിൽ വിമൻ ഓഫീസർ വേണം അത് സെർച്ച് ചെയ്യാൻ. പിന്നെ അത് ഡീസൻസിയോടുകൂടി വേണം സെർച്ച് ചെയ്യാൻ. പിന്നെ ഉള്ളത്, എല്ലാ ആർട്ടിക്കിൾസും അയാളെ ഉടുതുണി മുതൽ എല്ലാ സാധനങ്ങളും സേഫ് കസ്റ്റഡിയിൽ വെക്കുക. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് സേഫ് കസ്റ്റഡിയിൽ വെക്കുക. അതർ ദാൻ നെസസറി വെയറിങ് അപ്പാരൽ, അതായത് ഉടുതുണി ഒഴിച്ചെടുക്കാൻ പറ്റില്ല. അതർ ദാൻ നെസസറി വെയറിങ് അപ്പാരൽ, അയാളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് സേഫ് കസ്റ്റഡിയിൽ വയ്ക്കുക. അതുപോലെ തന്നെ അറസ്റ്റഡ് പേഴ്സണിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമുള്ള റെസിപ്റ്റ് വെക്കണം. അതായത് മൊബൈൽ ഫോൺ 2, ഇയർഫോൺ 1, ആ രീതിക്കുള്ള സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യണം. ഇതാണ് സെക്ഷൻ 51 CRPC പറയുന്നത്. സെക്ഷൻ 51 Clause 2 CRPC പറയുന്നത് വിമൻ പോലീസ് ആണെങ്കിൽ വിമൻ പോലീസിൻ്റെ ഇതിൽ മാത്രമേ ഫീമെയിലിനെ സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രിക്റ്റ് റിഗാർഡ് ടു ഡീസൻസി. ഇനി പോലീസ് ഓഫീസർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സമയത്ത് അയാളുടെ സബോർഡിനേറ്റിനെ, അതായത് ഇപ്പോൾ SI ആണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അയാളെ കോൺസ്റ്റബിളിനെ വിട്ടിട്ട് വാറൻറ്റ് കൊടുക്കാനോ വാറൻറ്റ് ഇല്ലാത്ത അറസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഓതറൈസ് ചെയ്ത് അയാൾക്ക് കൊടുക്കുക. ഏതോ ആളിനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം ഒരു ഇത് ആ ഓർഡർ ഇയാൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്, കോൺസ്റ്റബിൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓർഡർ അറസ്റ്റ് ചെയ്യുന്ന ആളിനെ കാണിച്ചിരിക്കണം. ഇതാണ് സെക്ഷൻ 55 CRPC പറയുന്നത്. 57 CRPC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെയും പറഞ്ഞു 24 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഒരാളെ കസ്റ്റഡിയിൽ പോലീസിൽ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ വെക്കുകയാണെങ്കിൽ അതൊരു ഇല്ലീഗൽ ഡിറ്റൻഷനായിട്ട് മാറും. അത് ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷനൊക്കെ ആവും. അപ്പോൾ എനി പേഴ്സൺ അറസ്റ്റഡ് ബൈ പോലീസ് ഓഫീസർ ഷാൽ നോട്ട് ബി ഡിറ്റൈൻഡ് ഇൻ ദ കസ്റ്റഡി ഓഫ് പോലീസ് മോർ ദാൻ 24 hours. ദാറ്റ് ഈസ് 57 CRPC. വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അതുപോലെ തന്നെ അടുത്തൊരു സംഭവം വന്നതാണ് DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ. അതായത് ഈ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന പോലീസുകാർ വളരെ വലിയ രീതിയിൽ ക്രൂരതകൾ കാണിക്കും. ഇപ്പോഴും ഉണ്ട്, പണ്ടും കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് സുപ്രീം കോടതി ഇറക്കിയ ഗൈഡ് ലൈൻസ് ആണ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബേസിക്കായിട്ട് എന്തൊക്കെ നോക്കണം പോലീസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു പോലീസ് ഓഫീസറാണെങ്കിൽ നിങ്ങൾ കാണേണ്ടത് നിങ്ങളൊരു പോലീസ് ഓഫീസറാണെന്ന് അവർ അറിയണം നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്. സോ യു ഷുഡ് ഹാവ് അക്യുറേറ്റ് വിസിബിൾ ക്ലിയർ ഐഡൻറ്റിഫിക്കേഷൻ. മനസ്സിലായോ? അക്യുറേറ്റ് വിസിബിൾ ആൻഡ് ക്ലിയർ ഐഡൻറ്റിഫിക്കേഷൻ. നിങ്ങളുടെ നെയിം ടാഗ് വിത്ത് ഡെസിഗ്നേഷൻ ഇത്രയും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആരൊക്കെയാണോ അറസ്റ്റ് ഇൻ്റർഗേഷൻ ചെയ്യുന്നത് അയാളുടെ എല്ലാ പെർട്ടിക്കുലർസും രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. അതാണ് ഒന്നാമത്തെ ഗൈഡ് ലൈൻ. രണ്ടാമത്തെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മെമ്മോ ഓഫ് അറസ്റ്റ് വയ്ക്കുകയും അറസ്റ്റ് ചെയ്യുന്ന സമയം അതിലെഴുതുകയും ഒരു വിറ്റ്നസ് വേണം. ഒരു വിറ്റ്നസ് എന്ന് പറയുന്നത് ഈ അറസ്റ്റ് ചെയ്ത ആളുടെ മെമ്പർ ഓഫ് ദി ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ MLA യോ MPയോ അവിടുത്തെ റെസ്പെക്റ്റബിൾ പേഴ്സൺ. ഹൂ ഈസ് ദ റെസ്പെക്റ്റബിൾ പേഴ്സൺ ഓഫ് ദ ലൊക്കാലിറ്റി ഫ്രം വേർ ദി അറസ്റ്റ് എവിടെ നിന്നാണ് രേഖപ്പെടുത്തി അവിടെ നിന്നുള്ള ആരെങ്കിലും ഒരു മെയിൻ ആളിനെയും കൂടെ സെറ്റ് ചെയ്ത് സൈൻ ചെയ്യിപ്പിക്കുക. ആൻഡ് ഓൾസോ അത് അതായത് ആരെയാണോ അറസ്റ്റ് ചെയ്തത് അയാളും കൂടി സൈൻ ചെയ്തിരിക്കണം. അതിൽ ടൈം ഓഫ് അറസ്റ്റും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്നുള്ള സാധനം കേസും വേണം. ഓക്കെ, പിന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ പേഴ്സൺ ഹു ഹാസ് ബീൻ അറസ്റ്റഡ് ഓർ ഡീറ്റെയിൻഡ് ഹെൽഡ് ഇൻ കസ്റ്റഡി ഇൻ എ പോലീസ് സ്റ്റേഷൻ ഇൻ്റർഗേഷൻ സെൻറ്റർ ലോക്കപ്പ് ആണെങ്കിൽ അയാളുടെ ഇപ്പോൾ ലോക്കപ്പിൽ നിങ്ങൾ അടച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അറസ്റ്റ് ചെയ്തതിലും ഡീറ്റെയിൻ ചെയ്തെങ്കിൽ അങ്ങനെയാണെങ്കിൽ അയാളുടെ ഫാമിലിയിലുള്ള ഒരാൾ അല്ലെങ്കിൽ റിലേറ്റീവ് ആർക്കെങ്കിലും ഒരാളെ കറക്റ്റായിട്ട് അയാളെ ഇൻഫോം ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ റെസ്പെക്റ്റബിൾ പേഴ്സൺ ആ പർട്ടിക്കുലർ പ്ലേസിലുള്ള ആൾ വേണം. അൺലെസ് ദി അറ്റസ്റ്റിംഗ് വിറ്റ്നസ് ഓഫ് ദി മെമ്മോ ഓഫ് അറസ്റ്റ് ഈസ് ഹിംസെൽഫ് സച്ച് എ ഫ്രണ്ട് ഓർ റിലേറ്റീവ് ഓഫ് ദി അറസ്റ്റ്. അതായത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു മെമ്മോയിൽ സൈൻ ചെയ്യണം എന്ന്. അതല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരാളില്ല എന്നുണ്ടെങ്കിൽ, അത് ഫ്രണ്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇൻഫോം ചെയ്തിട്ട്
അയാളെ അറിയിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രൊസീജിയർ. അടുത്ത ഗൈഡ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം, പ്ലേസ് ഓഫ് അറസ്റ്റ്, വെന്യൂ ഓഫ് കസ്റ്റഡി ഓഫ് എൻ അറസ്റ്റ് മസ്റ്റ് ബി നോട്ടിഫൈഡ് ബൈ ദി പോലീസ് നോട്ടിഫൈ ചെയ്യണം. ആ നെക്സ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ഓഫ് ദി അറസ്റ്റ് എവിടെയാണോ ലീവ് ചെയ്ത് ഔട്ട്സൈഡ് ആണെങ്കിൽ അവിടെ കറക്റ്റായിട്ട് നോട്ടിഫൈ ചെയ്ത് പോകണം. അത് ഡിസ്ട്രിക്റ്റും പോലീസ് സ്റ്റേഷനും വേണം നോക്കാൻ. അത് ടെലഗ്രാഫിക്കലി 8 മുതൽ 12 മണിക്കൂർ വരെ അറസ്റ്റ് ചെയ്ത് 8 മുതൽ 12 മണിക്കൂറിനുള്ളിൽ ഇത് കറക്റ്റായിട്ട് നോട്ടിഫൈ ചെയ്ത് അറിയിക്കണമെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ആരും കാണാറില്ല, കേൾക്കാറില്ല, എടുക്കാറില്ല. ഓക്കെ. അടുത്തത് പേഴ്സൺ അറസ്റ്റഡ് മസ്റ്റ് ബി അവെയർ ഓഫ് ഹിസ് റൈറ്റ് ടു ഹാവ് സംവൺ ഇൻഫോംഡ് ഓഫ് ഹിസ് അറസ്റ്റ് ഓർ ഡിറ്റൻഷൻ. അതായത് നിങ്ങൾ ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാളോടത്ത് പറയണം നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഈ യു എസിലും കൊറിയനിലൊക്കെ നമ്മൾ കാണുമ്പോൾ സീരീസിൽ നമ്മൾ കാണുമ്പോൾ അവർ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലീസ് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാസിലൊന്നും അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ല. ഓക്കെ. അത് നമ്മൾ യു എസ് സീരീസ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം. ലൈക്ക് അറസ്റ്റ് ചെയ്യുന്ന ഹാൻഡ് ചെയ്യുന്ന സമയത്ത് യു ആർ ഗോട്ട് അറസ്റ്റഡ്, യു ഹാവ് ഗോട്ട് റൈറ്റ് ടു ഹാവ് സമ്മൺ ഇൻഫോംഡ് ഓഫ് യുവർ അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ കണ്ടില്ല. പക്ഷേ ഇങ്ങനെ പറയണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതായത് നിങ്ങൾ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അയാളെ അറിയിക്കണം ദാറ്റ് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബെയിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ബെയിൽ കിട്ടാൻ റൈറ്റ് ഉണ്ട് എന്നുള്ളത് അറിയിക്കണം. അതുപോലെ തന്നെ ഡിറ്റൻഷൻ കൊടുത്ത പ്ലേസിലെ ഡയറിയിൽ അറസ്റ്റ് ചെയ്ത പേഴ്സൺ അയാളുടെ നെയിം ഓഫ് ദി നെക്സ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ആരെയാണോ ഇൻഫോം ചെയ്ത അയാളുടെ പേരും വിവരങ്ങളും എല്ലാം പോലീസ് ഓഫീസിൽ എഴുതി വെക്കണം. പിന്നെ അതുപോലെ തന്നെ അറസ്റ്റ് ഷുഡ് വേർ ഹീ സോ റിക്വസ്റ്റ് ബി ഓൾസോ എക്സാമിൻഡ് അറ്റ് ദ ടൈം ഓഫ് ഹിസ് അറസ്റ്റ് മേജർ ആൻഡ് മൈനർ ഇഞ്ചുറീസ്. അയാളുടെ പുറത്ത് എന്തെങ്കിലും മൈനറോ മേജറോ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അത് എക്സാമിൻ ചെയ്യാനായിട്ട് പറയാം. അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ മെമ്മോ വയ്ക്കാം. ഇൻസ്പെക്ഷൻ മെമ്മോ എന്ന് പറയുന്നത് അറസ്റ്റിയും പോലീസ് ഓഫീസറും ഒപ്പിടേണ്ട ഒരു സംഭവമാണ്. ഇനി അറസ്റ്റ് ഷുഡ് ബി ഒരു മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കണം. അറസ്റ്റ് എന്ന് ഉദ്ദേശിക്കണം നിങ്ങൾ ആരെയാണോ അറസ്റ്റ് ചെയ്ത് അയാളെയാണ് അറസ്റ്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ അറസ്റ്റിനെ നമ്മളൊരു മെഡിക്കൽ എക്സാമിനേഷന് ട്രെയിൻ ഡോക്ടർ എല്ലാ 48 മണിക്കൂറിലും കാണിക്കണം എന്നാണ് പറയുന്നത്. എവ്രി 48 hours ഡ്യൂറിങ് ഹിസ് ഡിറ്റൻഷൻ ഇൻ ഹിസ് കസ്റ്റഡി ബൈ എ ഡോക്ടർ ഓൺ ദ പാനൽ ഓഫ് അപ്രൂവ്ഡ് ഡോക്ടേഴ്സ് appointed by Director Health Services of the concerned state or union territory. Director Health Services should prepare such a panel for all tehsils and district at will. ഇത് എവിടെയൊക്കെ ബാധിക്കുമെന്ന് അറിയില്ല. പക്ഷേ നോർമലി അക്യൂസിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അത് ഉടനെ ഡോക്ടറെ കൊണ്ട് കാണിച്ച് വൂണ്ട് സർട്ടിഫിക്കറ്റൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. ബട്ട് സ്റ്റിൽ അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. ചെയ്യാറില്ല, സ്റ്റിൽ ചെയ്യണം. കോപ്പീസ് ഓഫ് ഓൾ ഡോക്യുമെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് മെമോ ഓഫ് അറസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വില്ലേജ് മജിസ്ട്രേറ്റിന് അയക്കണം. Arrestee may be permitted to meet his lawyer during the interrogation but not throughout the interrogation. ഇൻ്ററഗേഷൻ്റെ ഡ്യൂറിങ്ങിൽ പറ്റും, പക്ഷേ ത്രൂ ഔട്ട് ഇൻ്ററഗേഷനിൽ ലോയറിനെ മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പോലീസ് കൺട്രോൾ റൂം എല്ലാ ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സിലും വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അയാൾ അറസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് അറിയിക്കണം. എല്ലാ 12 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നോട്ടീസ് ബോർഡിൽ വെച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഈ ഗൈഡ് ലൈൻസ് വന്നതിന് ശേഷമാണ് ഈ 4 സെക്ഷൻസ് ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് സെക്ഷൻസിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരുത്തി. ബട്ട് സ്റ്റിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 41 ക്യാപിറ്റൽ എ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നോട്ടീസ് ഓഫ് അപ്പിയറൻസ് ബിഫോർ പോലീസ് ഓഫീസർ. അതായത് പോലീസ് ഓഫീസർ എല്ലാ കേസസിലും അറസ്റ്റഡ് പേഴ്സൻ്റെ കാര്യങ്ങൾ ഇല്ല, അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ റീസൺ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അയാൾ പറയാം നിങ്ങൾ നോട്ടീസ് അയക്കും. അപ്പം നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അയാൾ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കംപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫെയിൽസ് ടു കംപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഓർഡർ പാസ്സാക്കി കോമ്പീറ്റൻറ്റ് കോടതിയുടെ അധികാരത്തോടു കൂടി അയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് 41A നോട്ടീസ് ഓഫ് അപ്പിയറൻസ് ബിഫോർ ദി പോലീസ് ഓഫീസർ. ഇനി ഒരാളെ പ്രൊസീജിയർ ഓഫ് അറസ്റ്റ്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. ഓക്കെ, ഇതിങ്ങനെ തന്നെ ചോദിക്കും. കാരണം നിങ്ങൾ SC ആവുന്ന പോകുന്ന ആളാണ്. സോ നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. 1, എവറി പോലീസ് ഓഫീസർ വൈൽ മേക്കിംഗ് അറസ്റ്റ്. 1, അക്യുറേറ്റ് വിസിബിൾ ക്ലിയർ ഐഡൻറ്റിഫിക്കേഷൻ, നിങ്ങളുടെ നെയിം വിത്ത് ഫെസിലിറ്റേറ്റ് ഈസി ഐഡൻറ്റിഫിക്കേഷൻ. 2, ഒരു മെമോ ഓഫ് അറസ്റ്റ് ചെയ്യണം. മെമോ ഓഫ് അറസ്റ്റിൽ അറ്റസ്റ്റഡ് ബൈ അറ്റ്ലീസ്റ്റ് 1 വിറ്റ്നസ്, അയാളെ ഫാമിലിയിലെ മെമ്പറോ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് മെമ്പർ ഓഫ് ദി ലൊക്കാലിറ്റി വെയർ ദി അറസ്റ്റ് ഈസ് മെയ്ഡ്. അറസ്റ്റ് എവിടെ ഉണ്ടായോ അവിടുത്തെ മെമ്പർ ഓഫ് ദി ലൊക്കാലിറ്റി വേണം. എന്നിട്ട് കൗണ്ടർ സൈൻ ചെയ്യണം. അറസ്റ്റ് ചെയ്ത ആൾ കൗണ്ടർ സൈൻ ചെയ്യണം. മീൻസ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ കൗണ്ടർ സൈൻ ചെയ്യണം. പിന്നെ
ഈ മെമ്മോറാൻഡ് ഓഫ് അറ്റസ്റ്റഡ് ബൈ നേരത്തെ പറഞ്ഞ മെമ്മോറാൻഡ് ഓഫ് അറസ്റ്റ് ഇല്ലേ, അത് ഫാമിലി മെമ്പറാണ് സൈൻ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഫാമിലി മെമ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഇൻഫോം ദി പേഴ്സൺ അറസ്റ്റഡ് ദാറ്റ് ഹി ഹാസ് എ റൈറ്റ് ടു ഹാവ് എ റിലേറ്റീവ് ഓഫ് ഫ്രണ്ട് ടു ബി നെയിംഡ് ആൻഡ് ഇൻഫോംഡ് ഓഫ് ഹിസ് അറസ്റ്റ്. അതായത് ആരെങ്കിലും അറിയിക്കാം, നിങ്ങൾ ആരെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരാളെ അറിയിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് റൈറ്റ് ഉണ്ടെന്ന് പേഴ്സണെ അറിയിക്കണം. ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ്. ABC ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 41 ക്യാപിറ്റൽ C സെക്ഷൻ. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ C കൺട്രോൾ റൂം. വളരെ എളുപ്പമാണ് പഠിക്കാൻ. കൺട്രോൾ റൂമാണ്, C ആണ്. 41 ആണ് C. 41C എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ സ്റ്റേറ്റ് ലെവലിലും ഒരു പോലീസ് കൺട്രോൾ റൂം വെക്കണം. അത് നോട്ടീസ് ബോർഡിൽ കൺട്രോൾ റൂം വെച്ചിട്ടില്ല, പേര്, അഡ്രസ്സ്, ഡിസ്ട്രിക്റ്റിലെല്ലാം ഡെസിഗ്നേഷൻ, ആര് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളത് വെക്കണം. ഓക്കെ, നിങ്ങളിപ്പം ട്രിവാൻഡ്രത്താണെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് കൺട്രോൾ റൂം. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സി. ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ കൺട്രോൾ റൂം ടൈം ടു ടൈമിൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, കൺട്രോൾ റൂം അറ്റ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് സ്റ്റേറ്റ് ലെവൽ സെൽഫ് കളക്ട് ഫ്രം ടൈം ടു ടൈം ഓൾ ഡീറ്റെയിൽസ്. അടുത്തത് 41D. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 41D എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളുമാണ് പഠിക്കാൻ. ഓക്കെ, അതായത് അറസ്റ്റ് ചെയ്ത ആളിനെ അയാളുടെ ചോയ്സിലുള്ള അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് ത്രൂ ഇൻ്ററഗേഷൻ ആണ്, പക്ഷേ നോട്ട് ത്രൂ ഔട്ട് ഇൻ്ററഗേഷൻ. ഇൻ്ററഗേഷന് കൂടെ പറ്റില്ല, ബട്ട് ത്രൂ ഇൻ്ററഗേഷൻ. ഓക്കെ, ഡ്യൂറിങ് ഇൻ്ററഗേഷൻ ബട്ട് നോട്ട് ത്രൂ ഔട്ട് ഇൻ്ററഗേഷൻ. ഇൻ്ററഗേഷൻ്റെ സമയത്ത് ചോദിക്കാം, പക്ഷേ എപ്പോഴും എന്തില്ല, നോട്ട് ത്രൂ ഔട്ട് ഇൻ്ററഗേഷനിൽ അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഓക്കെ, അടുത്തത് 43. ഇനി 2 കാര്യങ്ങളേ ഉള്ളൂ, അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് തീർന്നു. റിവൈസ് ചെയ്യണം. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻസ് മാറിപ്പോവും, മറന്നുപോകും. അതിൽ കുറേ ഏരിയാസ് മറന്നുപോകും. അതുകൊണ്ടാണ് ഒരു പ്രൈവറ്റ് പേഴ്സൺ ഒരാളെ എപ്പോൾ അറസ്റ്റ് ചെയ്യാം, എങ്ങനെ അറസ്റ്റ് ചെയ്യാം, പിന്നെ ബാക്കി കാര്യങ്ങൾ എന്താണ്. ഓക്കെ, ഒരു പ്രൈവറ്റ് പേഴ്സണ് ഒരാളെ അറസ്റ്റ് ചെയ്യാം അയാളുടെ മുന്നിൽ ഒരു നോൺ ബെയിലബിൾ ഒഫൻസോ അല്ലെങ്കിൽ കൊഗ്നിസിബിളോ, രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരണേ, അഡീഷനാണ്. നോൺ ബെയിലബിൾ പ്ലസ് കൊഗ്നിസിബിൾ രണ്ടും കൂടെ ഒരുമിച്ചുള്ള ഒരു ഒഫൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊക്ലെയിംഡ് ഒഫൻഡർ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അയാളുടെ മുമ്പ് നിൽപ്പുണ്ടെങ്കിൽ ഡിലേ ഇല്ലാതെ തന്നെ അയാളെ പോലീസ് ഓഫീസറിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പോലീസ് ഓഫീസർ ഇല്ല എന്നുണ്ടെങ്കിൽ അയാളെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, ഫോർവിത്ത് ടേക്ക് ദാറ്റ് പേഴ്സൺ ടു ദി പോലീസ് സ്റ്റേഷൻ. പോലീസ് ഓഫീസർ അയാളെ വീണ്ടും അറസ്റ്റ് ചെയ്യും. അതായത് സെക്ഷൻ 41 പ്രകാരം പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അയാൾ നോൺ കൊഗ്നിസിബിൾ ഒഫൻസ് ആണ് ചെയ്തിട്ടുള്ളത്, പേരും അഡ്രസ്സും തരുന്നില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ പേരും അഡ്രസ്സും കൊടുക്കുന്നുണ്ട്, അങ്ങനെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 42 പ്രകാരം നോട്ടീസ് അയച്ച് വിടാം. അല്ലെങ്കിൽ പറയുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നോളണം, കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു സഫീഷ്യൻറ്റ് റീസൺ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അയാളെ റിലീസ് ചെയ്യാം. അപ്പം പ്രൈവറ്റ് പേഴ്സൺ ആരെ അറസ്റ്റ് ചെയ്യാം? നോൺ ബെയിലബിളും കൊഗ്നിസിബിൾ ഒഫൻസും ചെയ്ത ഒരാളെ അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ പ്രൊക്ലെയിംഡ് ഒഫൻഡറിനെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാം. ആൻഡ് അപ്പം തന്നെ പോലീസ് ഓഫീസറിനെ ഏൽപ്പിക്കാം. പോലീസ് ഓഫീസറിനെ ഇല്ല എന്നുണ്ടെങ്കിൽ അയാളെ കോസ് ഹിം ഓർ ടേക്ക് സച്ച് പേഴ്സൺ ഇൻ ടു ദ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ. പിന്നെ അയാളെ അറസ്റ്റ് ചെയ്യാം പോലീസ് ഓഫീസറിന്. 41 പ്രകാരം അയാൾ അറസ്റ്റ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടെങ്കിൽ, 42 പ്രകാരമാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഡീൽ ചെയ്യുക. അങ്ങനെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അയാളെ റിലീസും ചെയ്യാം. ഇതാണ് ഒരു പ്രൈവറ്റ് പേഴ്സണെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സെക്ഷൻ 43. ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കാം: വിച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ് ക്യാൻ എ പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ്, അല്ലെങ്കിൽ കോസ് അറസ്റ്റ്. ഒന്നെന്ന് പറയുന്നത് നോൺ ബെയിലബിൾ ഒള്ളി, രണ്ടെന്ന് പറയുന്നത് കൊഗ്നിസിബിൾ ഒള്ളി, 3 പറഞ്ഞാൽ A and B, D എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദി എബവ്. അപ്പോൾ നിങ്ങൾ ഏതെഴുതണം? C, ബോത്ത് അല്ലേ? ബോത്ത് കൊഗ്നിസിബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് ആയിരിക്കും. ഓക്കെ, അടുത്തത് മജിസ്ട്രേറ്റിനെ എപ്പോൾ അറസ്റ്റ് ചെയ്യാം? ഓക്കെ, ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാവാം? ഒന്നുകിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആവാം, അതായത് കളക്ടർ ആകെ വരാം, അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ അവരെ ലോക്കൽ ജൂറിസ്ഡിക്ഷനകത്ത് ഒരു സംഭവം പുള്ളിയുടെ പ്രസൻസിൽ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അയാൾ അറസ്റ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള ബെയിൽ കമ്മിറ്റി എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കും. പിന്നെ എനി മജിസ്ട്രേറ്റ് വെദർ എക്സിക്യൂട്ടീവ് ഓഫ് ജുഡീഷ്യൽ മേ എനി ടൈം അറസ്റ്റ് ഓർ ഡയറക്റ്റ് അറസ്റ്റ് ഇൻ ഹിസ് പ്രസൻസ് വിത്തിൻ ഹിസ് ലോക്കൽ ജുഡീഷ്യൻ
of a person for whose arrest is competent at the time in the circumstances to issue warrant. വാറണ്ട് ഇഷ്യൂ ചെയ്യാവുന്ന സർക്കംസ്റ്റാൻസസിൽ വേറെ ആൾ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാനും സാധിക്കും. സെക്ഷൻ 44 അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ്, സെക്ഷൻ 43 അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ, സെക്ഷൻ 41 അറസ്റ്റ് ബൈ പോലീസ് ഒഫീഷ്യൽസ്. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയാസാണ്. ഇതെല്ലാം റിവൈസ് ചെയ്യുക. അതിൻ്റെ നോട്ട്സ് ഞാൻ ഉടനെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്, അതുവഴി കയറുക, അവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. എന്തെങ്കിലും കമൻസോ ക്ലാരിഫിക്കേഷനോ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ബൈ.